ഇന്നത്തെ വീഡിയോ നമ്മൾ 18,000 കിലോമീറ്ററായിട്ട് 19,000 കിലോമീറ്ററായിട്ടുണ്ട് ഈ വാഹനം എടുത്തതിന് ശേഷം. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും അതുപോലെ മൈലേജ് ചെക്ക് ചെയ്ത വീഡിയോയും അതുപോലെ ഓൾ കേരള ട്രിപ്പൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പലരും ചോദിച്ചു എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ഈ വാഹനത്തിലുള്ളതെന്നുള്ളത്. അപ്പം ഇപ്പോൾ 19,000 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. ഈ 19,000 കിലോമീറ്ററിൽ നമ്മൾ ഫേസ് ചെയ്ത കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരുടെയും ചോദ്യമാണ് വാഹനം വഴി കിടന്നിട്ടുണ്ടോ എന്നത്. നമ്മുടെ വഴിയിൽ വാഹനം നിന്ന് പോയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ചാർജ് തീർന്നിട്ട് വാഹനം വഴി കിടന്നിട്ടില്ല. നമുക്കറിയാമല്ലോ ഇപ്പം മൈലേജ് എത്ര കിട്ടുന്നുണ്ട്, നമ്മൾ അതിനനുസരിച്ചാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ചാർജ് തീർന്ന് വഴി കിടക്കേണ്ട ഒരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓൾമോസ്റ്റ് 20,000 കിലോമീറ്റർ അടുപ്പിച്ച് നമ്മളിപ്പോൾ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം വഴിയിലല്ല കിടന്നത്. ആദ്യം നമ്മളൊരു കംപ്ലൈൻറ്റ് പറ്റിയതെന്ന് പറഞ്ഞാൽ വാഹനം വീട്ടിൽ തന്നെയായിരുന്നു, ചാർജ് കയറുന്നില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. അപ്പം അന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. വാഹനത്തിൽ 10% അങ്ങാണ്ടേ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്യുന്ന വാഹനത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സോക്കറ്റില്ലേ, ആ സോക്കറ്റിന്റെ അവിടെ അതിന്റെ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ആ ഒരു മണ്ണ് കയറിയിട്ട്, അതായത് ചെളി കയറിയിട്ട് അടഞ്ഞിട്ട് അത് ലോക്ക് ആവാതെ വന്നതായിരുന്നു നമുക്ക് ഉണ്ടായ പ്രശ്നം. ഇതേ സെയിം ഇഷ്യൂ നെക്സോൺ 1-2 പേർക്ക് എനിക്കറിയാവുന്ന സുഹൃത്തുക്കൾക്കും ഈ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. മഡെല്ലാം കൂടെ കയറിയിട്ട് ഈ ലോക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാതിരിക്കുകയാണ് ചെയ്തത്. പിന്നെ അവർ തന്നെ നെക്സോണിൽ നിന്ന് ആള് വന്നു, ടാറ്റയിൽ നിന്ന് ആള് വന്ന് വാഹനം എടുത്തുകൊണ്ട് പോയി. ഈ ലോക്കിംഗ് സിസ്റ്റം മാറ്റിയിട്ടില്ല, അവർ ജസ്റ്റ് തൽക്കാലത്തേക്കിനൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് അത് റിപ്പയർ ചെയ്ത് തന്നത്. ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാർട്സുകൾ ലൈവായിട്ട്, അല്ലെങ്കിൽ ഒരു പാർട്സ് പെട്ടെന്ന് തന്നെ സർവീസ് സെന്റർ അല്ലെങ്കിൽ ഷോറൂമുകളിൽ ചെല്ലുമ്പോൾ അവൈലബിൾ അല്ല എന്നുള്ള ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം അന്നൊരു ഇഷ്യൂ വന്ന സമയത്തും അതിന് പിന്നീടൊരു ഇഷ്യൂ വന്ന സമയത്തും നമുക്ക് സർവീസ് സെന്ററിൽ അല്ലെങ്കിൽ വാഹനം ഒരുപാട് അല്ലെങ്കിൽ 1-2 ആഴ്ചയിൽ കൂടുതലൊക്കെ അവിടെ കിടക്കുകയോ അല്ലെങ്കിൽ ഇവർ ഓർഡർ ചെയ്ത് വരുത്തിയതിന് ശേഷം മാത്രമേ റിപ്പയർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിപ്പം എന്തോരം മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിലവിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത് ഇഷ്യൂ ഉണ്ടായത് പത്തനംതിട്ടയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന സമയത്തായിരുന്നു. നല്ല മഴയുള്ള സമയത്തായിരുന്നു. വൈറ്റിലേക്ക് എത്തിയ സമയത്ത് വാഹനത്തിൽ ഒരു എറർ കാണിച്ചു. ഈ എറർ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ എറർ കാണിച്ചിട്ട് വാഹനം ന്യൂട്രൽ ആവുകയാണ് ചെയ്യുന്നത്. വണ്ടി പിന്നെ ഓടുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മെയിൻ റോഡിലാണ്. ഒരു നൈറ്റ് ആയതുകൊണ്ട് അധികം പ്രശ്നങ്ങൾ ഉണ്ടായില്ല, ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അപ്പം വെളിയിലിറങ്ങി തള്ളാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പം ഈ എറർ കാണിച്ചിട്ട് വാഹനം ന്യൂട്രലിലേക്ക് ആയി പോവുകയാണ്. ഭാഗ്യത്തിന് വൈറ്റിൽ ആ ബ്രിഡ്ജ് കയറി ഇറങ്ങി ഞാൻ സൈഡിലേക്ക് ഒതുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് രണ്ടാമത്തെ തവണ ഇഷ്യൂ ആയത്. അപ്പോഴും തന്നെ ഞാൻ ടാറ്റയുടെ റോഡ് അസിസ്റ്റന്റിൽ വിളിച്ചു. അവരപ്പം തന്നെ വന്നു. ഒരു 5-10 മിനിറ്റിനകത്ത് തന്നെ വന്നു. അവർ വാഹനം എടുത്ത് പോയിട്ട് എറണാകുളത്തുള്ള സർവീസ് സെന്ററിലാണ് കൊണ്ടുപോയത്. എന്നെ വിളിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട്, അവിടെ കുറച്ച് ഡിലേ വന്നു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ വണ്ടി 2 ആഴ്ചത്തേക്കിന് ഇവിടെ വേണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, പാർട്സ് വരണം എന്നാണ് പറഞ്ഞത്. എനിക്ക് എറണാകുളത്തുനിന്ന് തിരിച്ചു പോരേണ്ടതുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എറണാകുളത്ത് നമുക്കിത് തന്നിട്ട് പോകുന്നത് എനിക്ക് തിരിച്ചു വരാനൊക്കെ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് നാട്ടിൽ ഒരു സർവീസ് സെന്ററിൽ ഞാൻ കൊണ്ട് കൊടുത്തോളാം, വാഹനം എന്തെങ്കിലും രീതിയിൽ നമുക്ക് തന്നുവിടാൻ പറ്റുന്ന ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഓൾമോസ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. ഫുള്ള് മഴയായിരുന്നു നമ്മൾ പോയ ട്രിപ്പിൽ. എവിടെയോ ഏതോ ഒരു പാർട്സിൽ ഈർപ്പം തട്ടിയിട്ടുണ്ടായ ഒരു ചെറിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമൊന്നും അല്ല. പിന്നീട് ഇത് സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കാണിച്ചപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അതിനുശേഷം വണ്ടി എടുത്തിട്ട് നമ്മളിവിടെ കൊല്ലത്ത്, ഞാൻ സ്ഥിരം സർവീസിന് കൊടുക്കുന്ന കൊല്ലത്ത് മുത്തൂറ്റിൽ കൊണ്ട് കൊടുത്തു. അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സമയത്ത് പിന്നെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. ആ സമയത്തുണ്ടായിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാവാം എന്നാണ് പറഞ്ഞത്. നിലവിൽ പിന്നീട് ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ 2 പ്രശ്നങ്ങളാണ് വഴിയിൽ കിടക്കേണ്ട വന്ന 2 സാഹചര്യങ്ങൾ. അതല്ലാതെ നമ്മൾ 20,000 കിലോമീറ്ററോളം ഓടിയെടുത്ത് ഇതുവരെ വഴി കിടക്കേണ്ട വേറൊരു അവസരം ഉണ്ടായിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ടൈം നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ചെയ്ത സമയത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് ഇതുപോലെ ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെ അന്ന് സമയത്ത് നമ്മൾ കസ്റ്റമർ കെയറിൽ ഒന്ന് വിളിച്ചു. നമുക്ക് ടാറ്റയുടെ കസ്റ്റമർ കെയർ ഒക്കെ ആദ്യത്തെ സമയത്ത് ഭയങ്കര മോശമായിരുന്നു. കാര്യം ഭയങ്കര താമസവും നമുക്ക് റിപ്ലൈ തരാനൊക്കെ അല്ലെങ്കിൽ പിന്നെ കോൾ ബാക്ക് ഒക്കെയാണ് ചെയ്യുന്നത്. കസ്റ്റമർ കെയർ ഭയങ്കര മോശമാണെന്നാണ് എനിക്ക് ഫസ്റ്റ് ടൈം ഫീൽ ചെയ്തത്. പക്ഷേ ഈ 2 തവണയും റോഡിൽ കിടന്ന സമയത്ത് ഞാൻ റോഡ് അസിസ്റ്റന്റിൽ വിളിച്ച സമയത്ത് വളരെ നല്ല, ഇത്രയും നാളും കണ്ട രീതിയിലുള്ള ഒരു കസ്റ്റമർ സപ്പോർട്ട് അല്ല എനിക്ക് ആ 2 തവണയും കിട്ടിയത്. കാര്യം നമ്മൾ ഓരോ തവണയും അവരിപ്പോൾ നമ്മളെ വാഹനം അവർ പിക്ക് ചെയ്യാൻ വരുന്നതിന്റെ അപ്ഡേറ്റ് മുതൽ ആ വാഹനം സർവീസ് സെന്ററിൽ എത്തി, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അത് പിക്ക് ചെയ്തു സർവീസ് സെന്ററിൽ എത്തുന്നു, അതിനിടയ്ക്കുള്ള സമയത്തെ അപ്ഡേറ്റ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അവർ ഓരോ അപ്ഡേറ്റും വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരെന്നെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം ഒരു സെഡ് കണക്റ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ വാഹനം ഈ സെഡ് കണക്ട് ആപ്പുമായിട്ട് ലിങ്ക് ആവാത്തൊരു ഇഷ്യൂ വന്ന സമയത്ത് അവരുടെ കസ്റ്റമർ സപ്പോർട്ട് വളരെ മോശമായിരുന്നു. ഞാൻ അന്ന് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇത് മെൻഷൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അതിന് ശേഷം നടന്ന 2 എക്സ്പീരിയൻസ് എന്നെ കൊണ്ടത് മാറ്റി പറയിപ്പിക്കേണ്ടി വന്നു. കാര്യം ഒരു വാഹനത്തിന് ഞാനിപ്പോൾ എൻ്റെ വേറെയും 2 വാഹനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കസ്റ്റമർ സപ്പോർട്ടിന് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അത്
അതായത് വാഹനം റോഡിൽ കിടന്നിട്ട് അവർ ഓക്കെ ആണോ, തിരിച്ച് വീട്ടിൽ പോകാനുള്ള കാറ് വരെ അവർ അറേഞ്ച് തരാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അത്രയും നല്ല രീതിയിലുള്ള കസ്റ്റമർ സപ്പോർട്ടാണ്. അതിപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അവസരത്തിൽ അത് മെൻഷൻ ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞ മാതിരി സർവീസ് സെന്ററിലെ ടെക്നീഷ്യന്മാരുടെ, അല്ലെങ്കിൽ ഇപ്പം ചില സർവീസ് സെന്ററിലൊക്കെ EVക്ക് വളരെ കുറച്ച് ടെക്നീഷ്യൻസ്മാരേ ഉള്ളൂ. ഭയങ്കര ഡിലേ വരുന്നുണ്ട്. അത് ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും വാഹനം നോക്കാൻ ഒരാളില്ലാത്ത വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എറണാകുളത്തൊക്കെ പോയപ്പോൾ 1-2 തവണ ഇത് ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സർവീസിന്റെ കാര്യം, സർവീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ടാറ്റയിൽ നല്ല രീതിയിലുള്ള ബുക്കിംഗ് ആണ്. 1 മാസത്തേക്ക് ഗ്യാപ്പൊക്കെ കോട്ടയത്തൊക്കെ നമ്മൾ സർവീസ് ബുക്ക് ചെയ്യുമ്പം വരുന്നുണ്ട്. നമുക്ക് 1 മാസം കൊണ്ടൊക്കെയാണ്, അല്ലെങ്കിൽ 1 മാസത്തിന് 20 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. ഓൾറെഡി നമ്മൾ ആ ഒരു പറയുന്ന ഒരു ടൈം ഓടി അല്ലെങ്കിൽ 7,000-7,500 കിലോമീറ്റർ എത്തുമ്പോഴായിരിക്കുമല്ലോ സർവീസിന് കൊണ്ടുവന്നത്. പക്ഷെ അതൊന്നും അല്ലാതെ വീണ്ടും ഒരു 20 ദിവസം കൂടെ കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് കിട്ടുമ്പോൾ നമുക്ക് പിന്നെ വണ്ടി ഓടാൻ പറ്റാതിരിക്കുകയോ അല്ലെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സർവീസ് സെന്ററുകളിൽ നിന്ന് സർവീസ് ബുക്ക് ചെയ്യുമ്പോൾ ഉള്ള ഇഷ്യൂസ് വരുന്നുണ്ട്. EV മാത്രമായിരിക്കില്ല, എന്നാലും പറഞ്ഞതാണ്, സർവീസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 20 ദിവസവും 22 ദിവസവും ഒക്കെ ഗ്യാപ്പ്, 22 ദിവസം കഴിഞ്ഞിട്ടൊക്കെയുള്ള സർവീസ് ഡേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് തോന്നുന്നത്. മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ചാർജിങ് സ്റ്റേഷൻസ് ആണ്. ചാർജിങ് സ്റ്റേഷൻസിലാണ് നമുക്ക് വഴി കിടക്കുന്നതിനേക്കാളും കൂടുതൽ പണി കിട്ടാറുള്ളത്. ഇപ്പൊ കേരളത്തിലുള്ള ഒട്ടുമിക്ക ചാർജിങ് സ്റ്റേഷൻസും, ഞാൻ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ചാർജിങ് സ്റ്റേഷൻസിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കൂടെ ഒന്ന് കാണുക. അപ്പം നമ്മൾ ഒരുവിധം ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ യൂസ് ചെയ്തതാണ്. ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് വളരെ വളരെ ദുരന്തം രീതിയിലുള്ള ചാർജിങ് സ്റ്റേഷൻസ് ആണ്. അതായത് നമ്മൾ ചാർജ് ചെയ്യാൻ ടാറ്റ പറയുന്ന സമയം എന്ന് പറയുന്നത് 20-80% ചാർജ് ആവാൻ 1 hour ആണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഈ ചാർജിങ് സ്റ്റേഷൻസിന്റെ ഇഷ്യൂസ് കാരണം പല ചാർജിങ് സ്റ്റേഷനിലും നമുക്കിത് കണക്ട് ആവാൻ തന്നെ 20-30 മിനിറ്റോളം എടുക്കുന്നുണ്ട്. പാലാരിവട്ടത്തേക്ക് ചാർജിങ് സ്റ്റേഷൻ ഞാൻ പോയിട്ട് 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് ചാർജ് ചെയ്യേണ്ട അവസ്ഥയാണ് KCBയുടെ ചാർജിങ് സ്റ്റേഷനിൽ ഉണ്ടായത്. മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ആപ്പും വാഹനവും ചാർജിങ് സ്റ്റേഷനും ഒന്നും അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. ഏതെങ്കിലും ഒന്ന് സിങ്ക് ആകുമ്പോൾ ഒന്ന് കണക്ട് ആവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇടയ്ക്ക് കട്ടായി പോവുക. അല്ലെങ്കിൽ നമുക്കിപ്പോൾ പറയുമ്പം എല്ലാവരും ചോദിക്കുന്നതാണ് ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം. ഒരു പരിധി വരെ എല്ലാവരും ഭയങ്കര രീതിയിൽ ചോദിക്കുന്ന കാര്യമാണ്, എത്ര സമയമാണ് നമുക്ക് ചാർജ് ചെയ്തെടുക്കുക, അവിടെ പോയി വലിയ പോസ്റ്റ് ആവേണ്ടി വരില്ല, അല്ലെങ്കിൽ ഇത് നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പെട്ടെന്ന് പോകാമല്ലോ, അതുപോലെ നമുക്ക് ഇത് പോകാൻ പറ്റില്ല, എന്തായാലും ഇത്രയും സമയം എടുക്കും. അപ്പൊ ആ സമയത്തിലും കൂടുതൽ എടുക്കുമ്പം അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാര്യം ഒരു മണിക്കൂർ കൊണ്ട് 80% ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. പക്ഷെ നിലവിലത്തെ ചാർജിങ് സ്റ്റേഷൻസിന്റെ എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, ഒരു പരിധി വരെ പല ചാർജിങ് സ്റ്റേഷൻസിലും നല്ല സമയം എടുക്കുന്നുണ്ട്. ചില ചാർജിങ് സ്റ്റേഷനിൽ നമുക്ക് കണക്ട് ചെയ്ത് ഫ്രീ ആയിട്ട് പെട്ടെന്ന് പോകാൻ പറ്റും. എന്നാൽ ചില ചാർജിങ് സ്റ്റേഷൻസ് ഞാൻ പറഞ്ഞ മാതിരി 1-1.5 മണിക്കൂറോളം നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആവും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മുന്നിൽ ഒരു വണ്ടി ചാർജ് ചെയ്യാനുണ്ടെങ്കിൽ അവർ ഓൾറെഡി ചാർജ് ചെയ്യുന്ന സമയം കൂടെ നമുക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ഈ ചാർജിങ് സ്റ്റേഷന്റെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ സമയം കൂടെ നമുക്ക് എടുക്കുന്നുണ്ട്. അപ്പം ചാർജിങ് സ്റ്റേഷൻ നിലവിലുള്ള ഒരു പരിധി വരെ കുറെ ബാഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അതുകൂടെ ഇതിൽ മെൻഷൻ ചെയ്തത്. നമുക്ക് നിലവിൽ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇലക്ട്രിഫൈയും അതുപോലെ ടാറ്റ പവറുമാണ്. ഈ 2 എണ്ണത്തിലും നിലവിൽ ഏതൊക്കെ ഫ്രീ ആണ് അതുപോലുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. എവിടെയൊക്കെയാണ് ചാർജിങ് സ്റ്റേഷൻസ് ഉള്ളത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ 2 ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും രീതിയിൽ ഒരു സെർച്ച് ചെയ്യുകയാണ്, നമുക്കറിയില്ല. ഇപ്പം ചിലപ്പം പല രീതിയിലും പല പമ്പുകളും അവിടെ ഇവിടെ എല്ലാം ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സിലെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്നും ഈ ആപ്ലിക്കേഷനകത്ത് ഈ ടാറ്റ പവറിലും അതുപോലെ ഇലക്ട്രിഫൈയിലും വരില്ല. ഗൂഗിളിലൊന്ന് അടുത്ത ഏതെങ്കിലും ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അതായത് ചാർജിങ് സ്റ്റേഷൻസ് അവിടെ ഉണ്ടാവും, പമ്പുകളാണ്. ഒന്നെങ്കിൽ ഇപ്പം പുതിയതായിട്ട് തുടങ്ങുന്ന ചാർജിങ് സ്റ്റേഷൻസ് ആയിരിക്കാം, പമ്പുകളിലെ ചാർജിങ് സ്റ്റേഷൻസ് ആയിരിക്കാം. ഇവര് ആ ചാർജിങ് സ്റ്റേഷനും അതുപോലെ മെഷീൻസ് ഒക്കെ അവിടെ ഉണ്ടാവും, അപ്രൂവൽ കിട്ടിയിട്ടില്ല. എന്നിട്ടും ഇവർ ഇത് ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം നമുക്ക് വളരെ കുറച്ച് ചാർജ് ഉള്ളപ്പോഴാണ് കൂടുതൽ നമുക്ക് അടുത്തെവിടെങ്കിലും ഉണ്ടോ എന്ന് ചിലപ്പം തപ്പി നമുക്ക് നോക്കുന്നത്. ആലപ്പുഴ പോയ സമയത്ത് ഞാൻ ഇതുപോലെ 1-2 സ്ഥലത്ത് പോയി നോക്കുമ്പോഴെല്ലാം ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്, മെഷീൻസ് അവിടെ ഉണ്ട്, പക്ഷെ ഇവർക്ക് ഇലക്ട്രിസിറ്റി എന്നുള്ള അപ്രൂവൽ പോലും കിട്ടിയിട്ടില്ല. എന്നിട്ട് ഇവർ ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതും ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഇനി ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കിയതാണ്, അങ്ങനെ നോക്കാത്ത ആൾക്കാരും ഉണ്ടാവാം. ഈ ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ കൺഫേം ചെയ്യാണ്ട് ഒരിക്കലും പോവരുത്. കാര്യം ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്.